Welcome guys. This is our third and last part of the revision of pair of linear equation in two variables. Okay. This is revision third class. In extra questions questions school extra questions okay, practice extra questions practice different type of questions any questions use method that means question statement problem okay, word problem problem solve statement ആദ്യം സോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കണം. ആ ഇക്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താണ് ആ സോൾവ് ചെയ്യുന്ന രീതി അതൊരു മെത്തഡാണ്. അപ്പോൾ നമുക്ക് രണ്ട് റിവിഷൻ ആണ് അറ്റ് എ ടൈം നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. വേറെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതെന്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ടായിരിക്കും. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസിൻ്റെ ഒരു ക്ലാസ് കിടക്കുന്നുണ്ടാവും. അതിൽ 6 വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസും കൂടി കണ്ടിട്ട് ഈ റിവിഷൻ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ചാപ്റ്ററിൽ ഉള്ള ഓവറോൾ ഒരു ഓവർവ്യൂ കിട്ടും അല്ലെ. ഈ ഒരു കോഴ്സ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ കിട്ടും. സോ നിങ്ങൾ അത് കൂടി കാണണം. അത് കാണാതിരിക്കരുത്. ഇത് കണ്ടിട്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. ഇത് കണ്ട ഇതിലെ എല്ലാം ഏകദേശം പെടും. നിങ്ങൾക്ക് മെത്തഡാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള അതിൻ്റെ ഒരു സംശയമാണ് മാറ്റി തരുന്നത്. പക്ഷെ എന്താ, നമ്മൾ ആ റെഗുലർ ക്ലാസ് ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഒന്ന് അതിലൂടെ കടന്നു വരും. അപ്പോൾ നമുക്കൊന്നും കൂടി റിവിഷൻ ആയിരിക്കും. റിവിഷനാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മെയിൻ. സോ ആ ഒരു ക്ലാസ്സും കൂടി കാണുക. ഞാൻ ഇന്നവരെ പറയാത്തൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഇതിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യം എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതുപോലെ ലൈക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്കിൻ്റെ ഓപ്ഷൻ സൈഡിൽ തന്നെ ഉണ്ട്, ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ. പിന്നെ ഷെയർ എന്തായാലും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യുക. നമ്മുടെ റെഗുലർ ബാച്ചിലല്ലാത്ത ആൾക്കാരാണെങ്കിലും അവർക്കും അയച്ചു കൊടുക്കുക. കാരണം ഒരു കുട്ടിയെങ്കിലും കണ്ടിട്ട് ഒരു കുട്ടിക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. സോ എന്താണ്, ഷെയർ എന്തായാലും ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനി ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ക്ലാസ് എത്രത്തോളം മനസ്സിലാവുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാൻ പോണേ. കുറച്ച് നമുക്ക് സ്പീഡിൽ തന്നെ പോകാം അല്ലേ. നമുക്ക് വല്ലാണ്ട് ബേസിക്കിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ എന്താ പ്രോ പ്ലെയേഴ്സ് ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 6x - 1 - 3y + 2 കുറച്ച് സൈഡിൽ എഴുതാം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. 6/x + 1 - 3y + 1 sorry y + 2 is equal to 1. 5x - 1 - 2y + 2 is equal to 2. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഇവിടെ എന്താ വരിക, 6 - 1 ആണ്. ഓക്കെ, 6/x - 1. ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സാധനത്തിന് 6x - 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 × 1/x - 1 എഴുതി കൂടെ. അതേപോലെ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 3 × 1/y + 2 എന്ന് എഴുതി കൂടെ. ഈ രീതിയിൽ നമുക്കിതിനെ വേറെ വേറെ എഴുതാൻ പറ്റും. = 1 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. ലെറ്റ് പുട്ട് 1/x - 1 is equal to u. 1/x - 1 u ആക്കി വെക്കുക. ആൻഡ് 1y + 2 എന്താക്കി വെക്കുക? v എന്നാക്കി കൊടുക്കുക. ഓക്കെ,
അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് എന്തിനാ ചെയ്യേണ്ടത്? ഞാൻ എഴുതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി കാണിച്ചു തന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ വാല്യൂ ഇത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായി മാറും നോക്കുക. 1/x - 1 സ്ഥലത്ത് എന്ത് വരും? u വരും. അപ്പോൾ ഇതിനെന്താ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ എഴുതാൻ പറ്റും? സോ 1/x - 1 u എഴുതാൻ പറ്റുമെങ്കിൽ ഇതെന്തായി മാറി? 6u മൈനസ് ഇത് എന്തായി മാറി? 1/y + 2 പറഞ്ഞ എന്താ? v. 3v is equal to 1. അതേപോലെ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇതിനെ ഇക്വേഷൻ 1 ആക്കുക. ഇതെന്തായി മാറും? 5u minus 2v is equal to 2. ഇത് ഇക്വേഷൻ 2. ഇല്ലെങ്കിൽ ഇക്വേഷൻ ആക്കാൻ വരട്ടെ. ഇങ്ങനെ രണ്ട് ഇത് കിട്ടി. നമ്മൾ എന്താ ചെയ്യാം? ഇല്ലെങ്കിൽ ഇക്വേഷൻ ആക്കിക്കോളൂ, കുഴപ്പമില്ല. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യണം. എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യണം. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം? either the coefficient of u should be same or the coefficient of v should be same. പക്ഷെ എന്താണ് ഇവിടെ? രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കണം. സെയിം എങ്ങനെ ആക്കുക? സെയിം ആക്കണമെങ്കിൽ നോക്കുക, നമ്മൾ ഇതിൽ ഈ വിൻ്റെ ടേം സെയിം ആക്കാം. വിൻ്റെ ടേമും ടൂവിൻ്റെ ടേമും വിൻ്റെ ടേം സെയിം ആയിരിക്കണം. വിൻ്റെ ടേം സെയിം ആയിരിക്കണം. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ഇത് രണ്ടും സെയിം ആയിരിക്കണം, എന്നാലേ ക്യാൻസൽ ആയി പോകുള്ളൂ എലിമിനേഷൻ മെത്തേഡിൽ. സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 3ൽ 2ൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്തായി? 3 × 2 6 ആവും. അതേപോലെ 2ൽ 3ൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണോ അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എന്താണോ അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സെയിം ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി? ഈ ഇക്വേഷനിൽ മൊത്തത്തിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 12u മൈനസ് 6v ഈസ് ഈക്വൽ ടു 2. ഈ മൊത്തം ഇക്വേഷനിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? 5u. അത് ഞാൻ ഇവിടെയാണ് എഴുതാൻ പോണേ. ഇക്വേഷനിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി? 15u മൈനസ് 6v ഈസ് ഈക്വൽ ടു 6. ഇനി എന്തായി? രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം എന്ത് ചെയ്താൽ മതി? സൈൻ മൈനസ് ചെയ്യുക. ഇത് മൈനസ് ആയി, ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ഈ സാധനം ക്യാൻസലായി. ഇതെന്തായി മാറും? മൈനസ് ഓഫ് 3u. ഇതെന്താവും? മൈനസ് ഓഫ് 4. ഇതെന്തായി? മൈനസ് ഓഫ് 3u. ഇതെന്താണ്? മൈനസ് ഓഫ് 4. എന്തെങ്കിലും തെറ്റുണ്ടോ? 6u minus 3v is equal to 1. 5u minus 2v is equal to 2. സെയിം ആക്കാൻ വേണ്ടിയിട്ട് 2ൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്തു. ഇതെന്തായി? 12u minus 6u is equal to 2. അവിടെ എന്തായി? 3ൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15u minus 6v is equal to 6. ഓക്കെ, അപ്പം എന്താ? ഇത് കിട്ടി. നോക്കുക. അപ്പോൾ യുവിൻ്റെ മൈനസ് മൈനസ് ക്യാൻസൽ. യുവിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 4/3. യുവിൻ്റെ വാല്യൂ 4/3 കിട്ടി. ഇനി വിൻ്റെ വാല്യൂ കിട്ടുമോ? വിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? യുവിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇതിന് കൊടുക്കുക. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്തായി? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ ക്വസ്റ്റൻ എടുത്തത് അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ ക്വസ്റ്റനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൻസർ കിട്ടണത്. ആക്ച്വലി നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതിയല്ലോ എന്തെങ്ങനെ ചെയ്യുന്നതാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫ്രാക്ഷനിലൊക്കെ ആൻസർ കിട്ടണത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ യുവിൻ്റെ വാല്യൂ ഇത് കിട്ടി. ഇനി വിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടണം? യുവിൻ്റെ വാല്യൂ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. നമുക്ക് എന്തിൽ കൊടുക്കാം? നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. അല്ല, ഇവിടെ ബൈ 3 ആണ്. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യാൻസൽ ആവും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇക്വേഷനിൽ by putting the value, putting the value of u in equation 1 we got വിന്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. യുവിന്റെ വാല്യൂ അല്ലേ? അപ്പോൾ യുവിന്റെ വാല്യൂ ഇവിടെ കൊടുക്കേണ്ടത് എന്താ? 4/3 minus 3v is equal to 1. ഇത് ക്യാൻസലായി. ഇതെന്തായി? 8 ആയി. 8 minus 3v is equal to 1. ഈ 3v എന്തായി? അങ്ങോട്ട് പോയി 1 ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും? 7 is equal to 3v വരും അല്ലേ? 1 ഇങ്ങോട്ട് വന്നാൽ 8 minus 1 7. 3v അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് 3v ഉള്ളത് പ്ലസ് 3v ആയി. അപ്പോൾ വിന്റെ വാല്യൂ എന്തായി? 7/3.
അപ്പോൾ യുവിൻ്റെ വാല്യൂ 4/3, വിൻ്റെ വാല്യൂ 7/3. ഓക്കെ, ഞാൻ ഇതിവിടെ എഴുതട്ടെ, എന്നിട്ട് ഇത് റബ് ചെയ്യാൻ പോവാണ്. യുവിൻ്റെ വാല്യൂ 4/3 കിട്ടി, വിൻ്റെ വാല്യൂ 7/3 കിട്ടി. ഓക്കെ, നിങ്ങളിത് നോട്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വാല്യൂ കൊടുത്തിട്ട് ഇതിലിടുക. എങ്ങനെ ഇടുക? നമുക്കറിയാം 1/x - 1 is equal to യുവിൻ്റെ വാല്യൂ എന്താണ്? 4/3. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവും? ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3. x - 1 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിലാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. എങ്ങനെ? 4x - 1 3 is equal to 4x - 4. 4x - 4. ഇനി എന്താ? 4 വന്ന് ഇങ്ങോട്ട് വന്ന പ്ലസ് ആയി, 4 ഇങ്ങോട്ട് വന്ന പ്ലസ് ആയി. ഇത് എന്ത് വന്നു? 3 + 4 7 is equal to 4x. 4 ഇങ്ങോട്ട് ഡിവൈഡ് വന്നു, 7/4 is equal to x. അപ്പോൾ എക്സിൻ്റെ എന്ത് വാല്യൂ കിട്ടി? ഞാനിതിൽ ചിലപ്പോൾ ചാൻസസ് കുറവാണ്, എന്തെങ്കിലും കാൽക്കുലേഷൻ എറർ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, വരാൻ സാധ്യത കുറവാണ്. ഇനി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, അതാണ് ഉദ്ദേശം. ഓക്കെ, തെറ്റ് വന്നിട്ടുണ്ടാവില്ലായിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി വിൻ്റെ വാല്യൂ ഇവിടെ കൊടുന്നു വിടുക. എന്താണ് നമുക്ക് കിട്ടുക? 1/y + 2 is equal to v. വി എന്താണ് നമുക്ക് കിട്ടിയത്? 7/3. ഇതിനെ സോൾവ് ചെയ്യുക. 3 is equal to 7y + 2. 3 is equal to 7y plus 7 into 2 14. 14 ഇങ്ങോട്ട് വന്ന് എന്തായി? 14 ഇങ്ങോട്ട് വന്നു മൈനസ് ആയി. അപ്പോൾ 14 - 3 എന്താ വരിക? 11 വരിക. പക്ഷെ പ്ലസിൻ്റെ 11 അല്ല, മൈനസിൻ്റെ 11 വരിക. is equal to 7y. 7 ഇങ്ങോട്ട് ഡിവൈഡിൽ വന്നു, -11/7 is equal to y. ഇതാണ് ആൻസർ കിട്ടുക. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ കാൽക്കുലേഷൻ എറർ, ചിലപ്പോൾ വല്ല ഡിജിറ്റിൻ്റെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കോൺസെപ്റ്റ് ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവാം. എന്തായാലും കോൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? യുവും വിൻ്റെ ടേമിലാക്കിയിട്ട് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? യുവിൻ്റെയും വിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് യുവിൻ്റെ വിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ യുവിൻ്റെ സ്ഥലത്ത് യുവിൻ്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ വിൻ്റെ വാല്യൂ ഇവിടെ നിന്നും കിട്ടും. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ പറയണേ? 2 places A and B are 150 km apart. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് എ ആൻഡ് ബി രണ്ട് പ്ലേസ് ഉണ്ട്, അത് 150 km അപ്പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെയിം ടൈം രണ്ട് പൊസിഷനും എന്നും ബിന്നും ഒരു കാറ് എന്താ പുറപ്പെട്ടു, സെയിം ഡയറക്ഷനിൽ പുറപ്പെട്ടപ്പോൾ അത് കൂട്ടിമുട്ടിയത് മീൻസ് തമ്മിൽ കണ്ടത് 15 hours ശേഷമാണ്. പിന്നെ അടുത്ത ഒരു കേസ് പറഞ്ഞത് അവർ സെയിം ടൈം തുടങ്ങി പക്ഷെ അപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിയത്. അങ്ങനെയാണെങ്കിൽ അവർ 1 hour കൂട്ടുമുട്ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ഇതായിരിക്കും കാർ. സോ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, രണ്ട് പ്ലേസ് ഉണ്ട് എ ആൻഡ് ബി. എ ബി ഇത് 150 km അപ്പാർട്ടാണ്. എത്ര? 150 km ഉണ്ട് ഡിസ്റ്റൻസ്. ആദ്യത്തെ കേസ് പറയുന്നു, കേസ് 1 പറയുന്നത് എന്താണ്? ഒരു കാർ പുറപ്പെട്ടു ഇവിടുന്ന് സെയിം ഡയറക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫേസ് ടു ഫേസ് അല്ല കേട്ടോ. ഇത് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ ഇതും എന്താണ്? ഇങ്ങോട്ടാണ് പോകണം. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇത് 15 hour ശേഷമാണ്. ഇത് എ ഇങ്ങനെ പോയിണ്ടാവും എവിടെയെങ്കിലും, എ ബി ഇങ്ങനെ, എന്നിട്ട് ഇവർ എവിടെയെങ്കിലും പോയിട്ടാണ് കണ്ടുമുട്ടണേ. എത്ര? 15 hour ശേഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് സ്പീഡ് ഓഫ് കാർ എ
ഈ ആദ്യത്തെ കാറിന്റെ സ്പീഡ് നമ്മൾ എത്ര വിചാരിക്കുന്നു? എക്സ് കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാറിന്റെ സ്പീഡ് ഓഫ് കാർ ബി എത്രയാണ് നമ്മൾ എടുക്കുന്നു? y കിലോമീറ്റർ പെർ അവർ എടുക്കുന്നു. ഇത് രണ്ടും ശ്രദ്ധിക്കുക, ഇത് രണ്ടും എന്താണ്? സ്പീഡാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 150 കിലോമീറ്ററിൽ 15 അവറിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 15 അവറിലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് എപ്പോഴും ടൈം കൂടുതലാണെന്ന് എടുക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ സ്പീഡ്, ഈ എന്റെ സ്പീഡ് കൂടുതൽ വേണ്ടി വരും. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തേക്കുക, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതെന്താണ്? സെയിം ഡയറക്ഷനിലാണ് പോണെങ്കിൽ രണ്ടും എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു, ഇതൊരു സ്പീഡാണ്, എക്സ് ഒരു സ്പീഡാണ്, വൈ ഒരു സ്പീഡാണ്. അപ്പൊ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോണതും എന്തായിരിക്കണം? സ്പീഡ് തന്നെ ആയിരിക്കണമല്ലോ. അപ്പൊ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് ഡിസ്റ്റൻസ് അറിയാം 150 ആണ്. ടൈം എന്താണ് നമുക്കറിയാം, 15 അവറിലാണ് കണ്ടുമുട്ടിയത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു? 10 കിലോമീറ്റർ പെർ അവർ. സോ എക്സ് മൈനസ് വൈ 10 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കാൽക്കുലേഷനിലാണ്. ഇത് കിട്ടുന്ന 10 കിലോമീറ്റർ പെർ അവർ. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് കേസിൽ അവർ പറയുന്നത് എന്താ? ഇത് കേസ് ഫസ്റ്റ് ആണ്. സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസിൽ പറയുന്നത് എയും ബിയും അപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് എ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ബി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു. അപ്പൊ ഇവർ കണ്ടുമുട്ടുന്നത് എത്ര? 1 അവറിന്റെ ശേഷമാണ്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഞാൻ നേരത്തെ റെഗുലർ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം ഡയറക്ഷൻ. നിങ്ങൾ എപ്പോഴും ട്രെയിനിൻ്റെ ആലോചിച്ചാൽ മതി. എപ്പോഴും നമുക്ക് അപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രെയിൻ പോകുമ്പോൾ സ്പീഡ് കൂടുതലായിട്ടല്ലേ തോന്നുക. അപ്പോൾ സ്പീഡ് കൂട്ടുക പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ. രണ്ട് സ്പീഡും കൂടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ ആൻസറും എന്തായിരിക്കണം? സ്പീഡായിരിക്കണം. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് സ്പീഡ് ഡയറക്റ്റ് തന്നിട്ടില്ല, സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, ഈ കേസിലും ഡിസ്റ്റൻസ് അറിയാം, ഈ കേസിന്റെ ടൈമും അറിയാം. ഈ കേസിൽ ടൈം എത്ര? 1. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 1 എത്ര? 150 തന്നെയാണ്. 150. ഇക്വേഷൻ നമ്പർ 2. ഇത് സോൾവ് ചെയ്യാം. ഇത് സിമ്പിൾ അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. 2x is equal to 160. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 80. അപ്പോൾ ആദ്യത്തെ ഇതിന്റെ സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ ആണ്. y കണ്ടുപിടിക്കണം. y എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഇതിൽ കൊടുത്തു. സോ എക്സിന്റെ വാല്യൂ 80 ആണ്. മൈനസ് y is equal to 10. y അങ്ങോട്ട് പോയി 10 ഇങ്ങോട്ട് വന്നു. അപ്പോൾ 70 is equal to y. yന്റെ വാല്യൂ എന്തായി? 70 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇത് ഇങ്ങനെ വേണം നിങ്ങൾക്ക് എന്താ നോട്ടിൽ ചെയ്യാൻ. ഇനി ഇവിടെ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഒരു ട്രിക്ക് ഞാൻ പറയണു. അത് നിങ്ങൾ പക്ഷെ നോട്ടിൽ ചെയ്യേണ്ട ട്രിക്ക് അല്ല, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയണ ഒരു ട്രിക്കാണ്. എപ്പോഴും ഓർക്കുക, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 10. എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 10 ആണ് കിട്ടിയത്. അതുപോലെ അടുത്ത ഇക്വേഷൻ എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 150 കിട്ടി. നമുക്ക് ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ കിട്ടുക ആണെങ്കിൽ, ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ കിട്ടുക പറഞ്ഞാൽ എക്സും വൈ ആണ്, ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ്. വേറെ കോഫിഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. എക്സിനും വൈനും വേറെ കോഫിഷ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായാലും വൈനൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോഴല്ലേ എക്സ് നിന്ന് വൈ കുറഞ്ഞപ്പോൾ പോസിറ്റീവ് ആൻസർ കിട്ടിയത്. സോ എക്സിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, അത് തമ്മിൽ പ്ലസ് ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്തായി? 160 ബൈ 2 80 കിലോമീറ്റർ പെർ അവർ. വൈൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും ഉണ്ടല്ലോ, 150 മൈനസ് ചെയ്യുക. 150 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2. 150 മൈനസ് 10 എത്ര? 140. 140 ബൈ 2 എത്ര? 70. അപ്പോൾ 70 കിലോമീറ്റർ പെർ അവർ. പക്ഷെ ഇത് നിങ്ങൾ നോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ് പറയും ഇത് എന്ത് കോൺസെപ്റ്റ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇതൊരു ഷോർട്ട് ട്രിക്കാണ്.
നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. എ ബോട്ട് കവർ, സ്ക്രീനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം, ക്വസ്റ്റ്യൻ കാണാം. Question 3. A boat covered 32 km upstream and 36 km downstream in 7 hours. ആദ്യം റിവറിൻ്റെ ബോട്ടിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിവർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബോട്ട് ഉണ്ട്. ഓക്കെ, റിവറിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ബോട്ട് പോണതും ഇങ്ങോട്ടാണ്. ബോട്ട് പോണത് ഇങ്ങോട്ടാണെങ്കിൽ ഇതിനെ നമ്മൾ അപ് സ്ട്രീം ആണോ പറയുക, ഡൗൺ സ്ട്രീം ആണോ എന്ന് പറയുക? ആലോചിച്ച് നോക്കുക. ഇനി നമ്മൾ എപ്പോഴും ബോട്ടിന്റെ സ്പീഡ് എന്താക്കിയിട്ട് എടുക്കുക? എക്സ് ആക്കിയിട്ട് എടുക്കുക, എക്സ് km/h. അതുപോലെ ഈ റിവറിന്റെ ഫ്ലോയ്ക്കും ഇതിനെ ഫ്ലോ എന്താ സ്പീഡ് ഓഫ് റിവർ എന്നും പറയാം, ഇല്ലെങ്കിൽ കറണ്ട് എന്നും പറയാം കേട്ടോ. സ്പീഡ് ഓഫ് കറണ്ട് എന്നും പറയാം. കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ റിവറിന്റെ ഫ്ലോനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയാം? y km/h. ഓക്കെ, സോ രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോണെങ്കിൽ ഇത് നമ്മുടെ ട്രെയിനിന്റെ കേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ വരിക. അവിടെ നമ്മൾ എന്താ സെയിം ഡയറക്ഷനിലാണ് പോണെങ്കിൽ മൈനസ് ചെയ്തിരുന്നത്. പക്ഷെ എന്താ റിവറിന്റെ ഫ്ലോ അങ്ങോട്ടാണ്, നമ്മുടെ ബോട്ടും അങ്ങോട്ടാണ് പോണെങ്കിൽ നമുക്ക് എന്താ ഒരു എക്സ്ട്രാ ഫോഴ്സ് അല്ലേ കിട്ടുന്നത്, എക്സ്ട്രാ സപ്പോർട്ട് അല്ലേ കിട്ടുന്നത്. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡിനെ നമ്മൾ എന്താ പറയുക? x+y ആണ് പറയുക. എന്താണ്? x+y ആണ് പറയുക. ഇതാണ് ഡൗൺ സ്ട്രീം. അപ് സ്ട്രീമിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അപ്സ്ട്രീം പറഞ്ഞപ്പോൾ ബോട്ട് തിരിച്ചു വരികയാണ്, ഫ്ലോ അങ്ങോട്ടാണ്, ബോട്ട് തിരിച്ചു വരികയാണ്, നമ്മൾ ബുദ്ധിമുട്ടി കയറുകയല്ലേ, അതിനാണ് നമ്മൾ അപ്സ്ട്രീം എന്ന് പറയുക. നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി? നമ്മൾ അപ്സ്റ്റെയർ പോവുകയാണെങ്കിൽ, കോണി കയറുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണ്ടേ? അതല്ല കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ എന്താ അവിടെ നമ്മുടെ സ്പീഡ് കുറയുക ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? x-y. അപ്സ്റ്റെയർ കയറുക എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഡൗൺ സ്ട്രീമിൽ എന്താ നമുക്ക് എളുപ്പത്തിൽ പോരാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പീഡ് കൂടുകയല്ലേ ചെയ്യുക. അപ്പൊ x+y. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ x-y ആണ്. മനസ്സിലായി? അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? ഈ ഡൗൺ സ്ട്രീം എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് ഓവറോൾ സ്പീഡ് ഓഫ് ബോട്ടാണ് കിട്ടുക അല്ലേ? ഇത് സ്പീഡ് ഓഫ് ബോട്ടാണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറയണത് എ ബോട്ട് കവർ 32 km upstream and 36 km downstream in 7 hours. കോൺസെപ്റ്റ് പറഞ്ഞുതരാം, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ പണിയാണ്. എന്താണ്? എ ബോട്ട് കവർ 32 km അപ്സ്ട്രീം. അപ്സ്ട്രീം എന്താണ്? 32 km ആണ് ബോട്ട് പോകുന്നത്. 32 km പോകുന്നു ബോട്ട് അപ്സ്ട്രീം. മീൻസ് അപ്സ്ട്രീം ഇങ്ങനെ ഫ്ലോ, ഇതാണ് റിവർ ഇങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ. ഇല്ലെങ്കിൽ പോട്ടെ, സാധാരണ പോലെ തന്നെ വരയ്ക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഫ്ലോ ഇങ്ങനെയാണ്, റിവറിൻ്റെ ഫ്ലോ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ബോട്ട് എങ്ങനെ പോകുന്നത്? ഇങ്ങനെ. അതല്ലേ അപ്സ്ട്രീം വരിക? അതാണ് അപ്സ്ട്രീം. സോ ആദ്യം എഴുതുക സ്പീഡ് ഓഫ് ബോട്ട്. സ്പീഡ് ഓഫ് ബോട്ടിനെ നമ്മൾ എന്താക്കി എടുത്തു? സ്പീഡ് ഓഫ് ബോട്ടിനെ നമുക്ക് എന്ത് പറയാം? x km/h. x ആണ് സ്പീഡ് ഓഫ് ബോട്ട്. അതുപോലെ സ്പീഡ് ഓഫ് റിവർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് കറണ്ട് എന്നും പറയാം കേട്ടോ, കറണ്ട് എന്നും പറയാം. അതെന്താണ്? y km/h. ഓക്കെ, അപ്പോൾ ഒരു ബോട്ട് അപ്സ്ട്രീമിൽ പോവുകയാണെങ്കിൽ അതിന് സ്പീഡ്, ഓവറോൾ സ്പീഡ് കമ്മിയല്ല വരിക. കാരണം എന്താ? റിവർ അങ്ങോട്ട് ഒഴുകുന്നു, ബോട്ടിന്റെ സ്പീഡ് ഒരു 60ന്റെ സ്പീഡിൽ ബോട്ട് ഇങ്ങോട്ട് വരികയാണ്. റിവർ അങ്ങോട്ട് ഒരു 40ന്റെ സ്പീഡിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ബോട്ട് അങ്ങോട്ട് ഒരു 40 km/h പോണു, ബോട്ട് ഇങ്ങോട്ട് 60 km/h വരുന്നെങ്കിൽ ഓവറോൾ എത്ര ഒരു ബോട്ട് എത്ര പോണുണ്ടാവുള്ളൂ? ഒരു 20 കിലോമീറ്ററേ പോണുണ്ടാവുള്ളൂ.
ആലോചിച്ചാൽ മനസ്സിലാവും. ബോട്ട് അങ്ങോട്ട് 40 കിലോമീറ്ററിൻ്റെ സ്പീഡിൽ പോകണു, സോറി റിവർ അങ്ങോട്ട് 40 കിലോമീറ്റർ സ്പീഡിൽ ഒഴുകുന്നു, ബോട്ട് ഇങ്ങോട്ട് 60 കിലോമീറ്ററിൻ്റെ സ്പീഡിൽ പോകുന്നു. അപ്പോൾ എന്താ ഓവറോൾ എത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡാണ് കിട്ടുന്നുണ്ടാവുക? 20 കിലോമീറ്റർ പെർ അവർ സ്പീഡാണ് കിട്ടുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം. അപ്സ്ട്രീം കേസിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്താവും? നമ്മൾ ബോട്ടിന്റെ സ്പീഡ് എക്സ് ആക്കി എടുത്തു, കറണ്ടിന്റെ സ്പീഡ് y കിലോമീറ്റർ പെർ അവർ ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ അപ്പ് സ്ട്രീമിൽ സ്പീഡ് ഓഫ് ബോട്ട് എന്താണ്? സ്പീഡ് ഓഫ് ബോട്ട് എന്താണ്? എക്സ് മൈനസ് വൈ അല്ലേ? 60 ഇതിൻ്റെ 40 ആണെങ്കിൽ 60 മൈനസ് 40 20 അല്ലേ ഓവറോൾ കിട്ടുക. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് അപ്സ്ട്രീം കേസാണ്. ഇനി ഇവിടെ ഡൗൺ സ്ട്രീം കേസ് നമ്മൾ ചെയ്യുന്നു. റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ബോട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ റിവറിന് ഒരു 40 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്, ബോട്ടും 60 കിലോമീറ്റർ സ്പീഡിൽ പോവാണ്. അപ്പോൾ 60ൻ്റെ പുറമെ ഒരു 40 കൂടി കിട്ടുകയാണ് ബോട്ടിന്. അപ്പോൾ എത്ര സ്പീഡിലാണ് പോകുന്നുണ്ടാവുക? 100 കിലോമീറ്റർ. രണ്ടും കൂടി കൂട്ടുക ചെയ്യുക. അപ്പോൾ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്തായി? എക്സ് പ്ലസ് വൈ. പക്ഷേ ഇവിടെ നമ്മൾ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് വൈ എന്തുകൊണ്ട് എഴുതണു? നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് സ്പീഡ് എത്രയെന്ന് അറിയില്ല. സ്പീഡ് ഓഫ് ബോട്ട് നമ്മൾ എക്സ് ആക്കി എടുത്തു, വൈ നമ്മൾ റിവറിൻ്റെ സ്പീഡും ആക്കി എടുത്തു. അപ്പോൾ ഓവറോൾ സ്പീഡ് എന്ത് കിട്ടി? ഇത്രയാണ് പോകുന്നുണ്ടാവുക അപ്പ് സ്ട്രീമിൽ, ഡൗൺ സ്ട്രീമിൽ ഇത്രയാണ് പോകുന്നുണ്ടാവുക എന്ന് മനസ്സിലായി. ഇനി ഫസ്റ്റ് കേസ് പറയുന്നുണ്ട്, അപ്പ് സ്ട്രീം 32 കിലോമീറ്റർ പോയി, ഡൗൺ സ്ട്രീം എന്ത് വന്നു? 36 കിലോമീറ്റർ പെർ അവർ വന്നു. ഇത് രണ്ടും നടക്കുന്നത് എത്ര ഇതിലാണ്? 7 അവറിലാണ്. ദാറ്റ് മീൻസ് ഒരു ബോട്ട് ഇവിടുന്ന് തുടങ്ങി, ശരി ഇവിടുന്ന് തുടങ്ങി, അത് ആദ്യം അപ്പ് സ്ട്രീം വന്നു, ഇവിടെ കയറി വന്നു, ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൂട്ടി അങ്ങോട്ട് തന്നെ പോകണം. ഇവിടുന്ന് വന്നു, ഇങ്ങനെ വന്നു, 32 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അത് എത്രയോ സമയം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയം എത്ര എടുത്തിട്ടുണ്ടാവുക? ആ ടൈം എത്ര എടുത്തിട്ടുണ്ടാവുക? ആ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ടൈം നമുക്ക് അറിയില്ല എത്ര സമയത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ എന്താ നമുക്ക് അറിയാം? ഡിസ്റ്റൻസ് അറിയാം. 32 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓടി. ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? 32 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്ര? സ്പീഡ് എന്താണ്? അപ്സ്ട്രീം കേസിലാണ്. അപ്സ്ട്രീം കേസിൽ സ്പീഡ് എന്താണ്? എക്സ് മൈനസ് വൈ. അപ്പോൾ ടൈം എന്തായി? 32 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് ഇത്ര ഈ രീതിയിൽ പറയണേ. ഇനി ഇവർ പറയണത് അപ്സ്ട്രീമിലും ഡൗൺ സ്പീഡിലും കൂടി, ഡൗൺ സ്ട്രീമിൽ രണ്ടിലും കൂടി കൂടിയിട്ട് 7 അവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7 അവറിൽ എത്രയോ കുറച്ച് ടൈം ഇതാണ്, 7 അവറിൽ എത്രയോ ടൈം ഇതാണ്, ബാക്കി ഡൗൺ സ്ട്രീം പോകാൻ സമയം എടുത്തു. ആ ഡൗൺ സ്ട്രീം പോകാൻ എത്ര ഡൗൺ സ്ട്രീം പോയി? 36 കിലോമീറ്റർ. ഇതിപ്പോൾ മൊത്തത്തിൽ ടൈം ആട്ടോ, ഇത് ഡിസ്റ്റൻസും ഇത് സ്പീഡും. അപ്പോൾ ഇതൊരു ടൈമായി കിട്ടി. ഇതെന്താണ്? വീണ്ടും ഡൗൺ സ്ട്രീമിനുള്ള ടൈമാണ്, ഡിസ്റ്റൻസ് 36 കിലോമീറ്റർ. സ്പീഡ് എന്താണ്? ഡൗൺ സ്ട്രീമിന് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമിനുള്ള ടൈം കിട്ടി. നമുക്കറിയാം രണ്ട് കേസും കൂടി കൂടിയിട്ട് എത്ര പോയിരിക്കണേ? 32 എക്സ് മൈനസ് വൈ രണ്ടും കൂടി കൂടിയിട്ട് 7 അവറാണ് പോയിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ രണ്ടും കൂടി കൂടിയിട്ട് 7 അവറാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കൂടി 7 അവർ. ഇക്വേഷൻ കിട്ടിയോ? മനസ്സിലായോ? ഇതേ കോൺസെപ്റ്റിൽ അടുത്ത കേസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്സ്ട്രീമിൽ 40 കിലോമീറ്റർ പോയി, അപ്സ്ട്രീമിൽ 40 കിലോമീറ്റർ പോയി, ഇതാണ്. ഡൗൺ സ്ട്രീമിൽ എത്ര പോയി? ഡൗൺ സ്ട്രീമിൽ 48 കിലോമീറ്റർ പെർ അവർ പോയി. ഡൗൺ സ്ട്രീമിൽ 48 കിലോമീറ്റർ പെർ അവർ പോയി. ഇത് നടന്നത് എത്ര? 9 മണിക്കൂറിലാണ് ഈ രണ്ട് സാധനം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു റിവർ അങ്ങോട്ട് പോയി ആൾക്കാരെ കൂട്ടി ഇങ്ങോട്ട് വരുന്ന കേസ് 7 മണിക്കൂറിലെടുത്തു. അങ്ങോട്ട് പോവാണ് അപ്സ്ട്രീം, പക്ഷെ റിവറിൻ്റെ ഫ്ലോ ഇങ്ങോട്ടാണ്. അപ്പം എന്തായി? ഇത് പ്ലസ് ഇനി തിരിച്ച് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? അത് ഡൗൺ സ്ട്രീമായി മാറുമല്ലോ. കാരണം എന്താ? റിവർ എപ്പോഴും എന്തായി? റിവറിൻ്റെ ഫ്ലോ അങ്ങോട്ടാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡൗൺ സ്ട്രീമായി.
അപ്സ്റ്റെയർ നമ്മൾ കോണി കയറും ഇറങ്ങുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി കിട്ടും. സോ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം അത് നിങ്ങൾക്കറിയാം. ഇനി ഞാൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്സ് മൈനസ് വൈനെ നിങ്ങൾ യു ആക്കി എടുക്കുക. അപ്പോൾ ഇതെന്തായി 32u. ഇതിനെ വി ആക്കി എടുക്കുക ഇസ് ഇക്വൽ ടു 7. ഇതിനെ 40u പ്ലസ് 48v is equal to 9. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ യുവിൻ്റെയും വിൻ്റെയും വാല്യൂ കിട്ടും. എന്നിട്ട് യുവിൻ്റെ വാല്യൂ എന്തിൽ കൊടുന്ന് ഇടുക, നമ്മളിവിടെ എക്സ് മൈനസ് വൈനാണ് യു ആക്കി എടുത്തത് അല്ലേ, എക്സ് മൈനസ് വൈനാണ് യു ആക്കി എടുത്തത്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടും. ആ യുവിൻ്റെ വാല്യൂ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എന്തിലും ആൻസർ കിട്ടുക, നമുക്ക് എക്സ് മൈനസ് വൈന് ഒരു ഇക്വേഷൻ കൂടി കിട്ടും. അതുപോലെ വി ഇതിന്ന് കിട്ടുന്നുണ്ടാവും. വി പറഞ്ഞ എന്താ, എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ വിന് ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് പ്ലസ് വൈ പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ കിട്ടും. ഇത് വീണ്ടും എന്ത് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്താൽ മതി. ഇവിടെ നോക്കുക, കോഫിഷ്യൻസ് ഒന്നും ഇല്ല, ആ രീതിയിലാവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്താ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് അയച്ചു തരിക. ഇതായി. അപ്പോൾ ഇതാണ് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനുണ്ടായിരുന്നത്, ഈ സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബാക്കി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നവർക്ക് റിവിഷൻ ക്ലാസ് മാത്രമായിട്ട് ചിലവർ കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ. അങ്ങനെയാണ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 2 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് എന്തിൻ്റെ, റിവിഷൻ ക്ലാസ്സിൻ്റെ ആണ്, വേറെ എന്താണ് നമ്മുടെ റെഗുലർ ക്ലാസ്സിൻ്റെ ആണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. റിവിഷൻ ആകുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് എടുക്കാൻ പറ്റുക. സോ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക. ഓക്കെ, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, എന്താ ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യലാണ് ഇമ്പോർട്ടൻസ്. ആരെങ്കിലും ഒരാളെങ്കിലും അത് കണ്ടിട്ട് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബാക്കി പുതിയ ഒരു റിവിഷൻ ക്ലാസ് ഇനി നമുക്ക് അടുത്ത് തുടങ്ങാം. ടിൽ ദെൻ ബൈ.